നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ ഇപ്പോൾ പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഉള്ളത്. പ്രീ സീസണിൽ 2 മത്സരങ്ങളാണ് അവർ കളിച്ചു കഴിഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയും റയലും ആയിരുന്നു എതിരാളികൾ. ആ 2 മത്സരങ്ങളിലും വിജയിക്കാൻ ഇപ്പോൾ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ മികച്ച രൂപത്തിൽ കളിക്കുന്ന ബാഴ്സ ഇപ്പോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ബാഴ്സയുടെ പ്രസിഡന്റായ ജോൻ ലാപ്പോർട്ട കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയ സ്പോർട്സ് ക്ലബ്ബ് അത് FC ബാഴ്സലോണയാണ് എന്നാണ് ലാപ്പോർട്ട ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത്. തങ്ങൾക്ക് ആവശ്യമുള്ള താരങ്ങളെ സൈൻ ചെയ്യാൻ ഇപ്പോഴും തങ്ങൾക്ക് സാധിക്കുമെന്നും ലാപ്പോർട്ട പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയ സ്പോർട്സ് ക്ലബ്ബ് അത് FC ബാഴ്സലോണയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു താരത്തെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ തന്നെ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങളുടെ ഫിലോസഫി എന്തെന്നാൽ പ്രതിഭകളെ കണ്ടെത്തുക, യുവ പ്രതിഭകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി നൽകുക എന്നൊക്കെയാണ്. ഇതാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരൊറ്റ സൈനിങ് പോലും ഇതുവരെ പൂർത്തിയാക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല. നിക്കോ വില്യംസിന് വേണ്ടി വലിയ ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. പക്ഷെ താരം അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഡാനി ഓൽമോക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ വലിയ പുരോഗതിയൊന്നും അതിലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ മികച്ച താരങ്ങളെ ട്രാൻസ്ഫർ ജാലകം അടക്കുന്നതിന് മുന്നേ ബാഴ്സലോണ കൊണ്ടുവരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.